അമ്മായി നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഭീമമോൻ എന്ത് വെച്ച് തന്നാലും അമ്മായി കഴിക്കും. പറ്റിയില്ല. എന്താ? അല്ല, അമ്മായി ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായം പറയണം. ഭീമമോൻ അമ്മയോടൊന്ന് നിർബന്ധിക്കണം, ഞങ്ങളെ കുറച്ച് ദിവസം കൂടി ഇവിടെ നിർത്താൻ. അതിനെന്താ? എന്ന് ഞാൻ വെക്കുന്ന ഭക്ഷണം അമ്മായി കഴിക്കാമെങ്കിൽ അമ്മായി ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് നിർത്തും. ആണോ? എന്നാ ഞാൻ ഏറ്റു. എങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇതാണ് കോമ്പിനേഷൻ. ആണോ? എന്നാ പിന്നെ ഇത് നോക്കാല്ലേ? അമ്മായിയോട് പറയുമല്ലോ. തീർച്ചയായും അമ്മായി കഴിക്കും. തിന്നാൻ അമ്മായി ഉണ്ടെങ്കിൽ നിത്യേന ഞാൻ പുതിയ പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കും. ഒരു ചെറിയ ഡിഷ് കൂടി ഉണ്ടാക്കി തരാം. വെയിറ്റ്. കറിക്ക് എന്നതാ ചേച്ചി? ചിക്കനോ മട്ടനോ? അയ്യോ, ചിക്കനും മട്ടനും ഒക്കെ ഈ അടുത്ത കാലത്ത് കടയെ പൊരിച്ചു വെക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. നിന്റെ ആങ്ങളുടെ കാര്യമല്ലേ? അതൊക്കെ എന്റെ ജോസച്ചായൻ. ഒരു ദിവസം ബീഫാണെങ്കിൽ പിറ്റേ ദിവസം മട്ടൻ, ചിക്കൻ, പിന്നെ പോർക്കിറച്ചി നിത്യേനയുണ്ട്. കുടിക്കാൻ എന്നാ ഉണ്ട് ചേച്ചി? കിണറ്റി വെള്ളമുണ്ട്. അതല്ലാതെ വേറെ വല്ലതും വേണമെന്ന് പറഞ്ഞാ നിന്റെ അച്ചായന്റെ കാര്യമല്ലേ? അതൊക്കെ എന്റെ ജോസച്ചായൻ എല്ലാ നേരവും ജ്യൂസാ. അല്ല, എന്തു പറഞ്ഞാലും ജോസച്ചായന്റെ പുരാണമാണല്ലോ. പിന്നെ എന്തിനാ നീ ഇറങ്ങിപ്പോന്നത്? സംശയം. കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് കുറിക്കമ്പനിയിലെ ജോണിയെ കണ്ട് അപ്പ തുടങ്ങിയതാ. അന്ന് എന്തേലും ഒരു തെറ്റ് പറ്റി. ഉള്ളിൽ തിങ്ങിയ വിഷമം കൊണ്ട് നടു റോഡിൽ വെച്ച് എന്റെ ജോണിച്ചായാന്ന് വിളിച്ച് ഞാനൊന്ന് കരഞ്ഞുപോയി. പിന്നെ ഞാൻ ജോസച്ചായാന്ന് വിളിച്ചാലും അങ്ങനെ ജോണിച്ചായാന്ന് കേൾക്കൂ. അതെന്റെ കുറ്റമാണോ? അത് ശരി. അച്ചായ മീനിന് പറഞ്ഞയച്ചോ? അപ്പൊ എന്നോട് സ്നേഹമുണ്ട്. അതിങ്ങി തന്നെ, ഞാൻ കഴുകാം. ഇതെന്നാ? നെത്തോലിയാ. വല്ല നെയ്മീൻ വാങ്ങിച്ചാ പോരായിരുന്നോ? പിന്നെ അവിടെ ഇരിക്കണ നെയ്മീൻ കാണണമെങ്കിൽ തന്നെ മിനിമം 50 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. 20 രൂപയാ തന്നത്. നെത്തോലിയെ വാങ്ങാവെന്നും പറഞ്ഞു. അതും കൊറേ നേരം കാത്തു നിന്നിട്ടേ വാങ്ങാവൂ. ചെയ്യുമ്പം വില അങ്ങോട്ട് താഴില്ലേ? എന്റെ കർത്താവേ, ഇതിനാണല്ലോ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. ഇത്രയും പിശുക്കത്തരം കാണിക്കുന്ന ആളുടെ കൂടെ എങ്ങനെ ജീവിക്കുന്നു ചേച്ചി? എനിക്ക് കുറിക്കമ്പനിയിൽ നിന്ന് ആരും വരാനില്ലല്ലോ. അത് കലക്കി. അല്ല, പതിവ് പോലെ ക്ലാരയ്ക്ക് പിന്നാലെ ജോസ് വരൂ. അങ്ങനെയാണല്ലോ പതിവ്. ഇനി അതും സഹിക്കണം.